വളരെ രസകരമായ ഒരു നാടോടി കഥ കേട്ടാലോ? പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു കുള്ളനായ മനുഷ്യനുണ്ടായിരുന്നു. തീരെ നീളം കുറവാണ്. പക്ഷെ നീളം കുറവാണെങ്കിലും ഇയാൾ നല്ലൊരു വില്ലാളിയായിരുന്നു. ഈ ഗ്രാമത്തിലെ ചെറിയ കുട്ടികൾക്ക് മാങ്ങ പറിക്കാനോ അമ്മമാർക്ക് ചക്ക ഇടാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഇത്തിരി കുഞ്ഞിനെയാണ് വിളിക്കുക. ഇയാൾ തൻ്റെ അമ്പും വില്ലുമായിട്ട് പോകും. ഒറ്റ എയ്ത്തിന് എന്താണോ താഴെ ഇടേണ്ടത് അത് അയാൾ താഴെ ഇട്ടിരിക്കും. അപ്പോൾ ഇയാളെ എല്ലാവരും വില്ലാളി കുഞ്ഞൻ എന്നാണ് വിളിച്ചിരുന്നത്. വില്ലാളി കുഞ്ഞൻ ഗ്രാമത്തിൽ പ്രശസ്തനായിരുന്നു. അങ്ങനെ ഗ്രാമത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ തൻ്റെ വീരത്വം പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ ഇത്തിരി കുഞ്ഞൻ ഇങ്ങനെ കഴിഞ്ഞു. അവൻ വലിയ മിടുക്കനായിരുന്നെങ്കിലും അവന് വലിയ സങ്കടമായിരുന്നു. തനിക്ക് യുദ്ധം ചെയ്യണം, തനിക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നവന് ആഗ്രഹമുണ്ട്. പക്ഷേ ഗ്രാമത്തിലെ ആൾക്കാർ അവനെ എപ്പോഴും കളിയാക്കും. ഇത്രയും കുഞ്ഞനായ നീ ഈ വലിയ വില്ലും പൊക്കി പിടിച്ചുകൊണ്ട് വേറെ എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ കൂടെയൊക്കെ നിൽക്കുക എന്ന് എല്ലാവരും പറയും. അങ്ങനെ അവനൊരു ദിവസം വിചാരിച്ചു, ഇവിടെ എന്നിട്ട് ഒരു കാര്യവുമില്ല, ദൂരെ രാജാവട്ടാരത്തിലേക്ക് പോകാം, അവിടെ പോയി രാജാവിനോട് തന്നെ സേനയിലെടുക്കുമെന്ന് ചോദിക്കാം. അങ്ങനെ തൻ്റെ ആവനാഴിയൊക്കെ നിറച്ച് തൻ്റെ വില്ലും എടുത്തുകൊണ്ട് അവൻ നാടുവിട്ടു. കുറേ ദൂരം നടന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഇവനെ കാണുമ്പോൾ ആൾക്കാർ കൗതുകം കൊണ്ട് ചിരിക്കാൻ തുടങ്ങി. ഇത്തിരി പോകുന്ന ഒരാൾ ഒരു വലിയ വില്ലും താങ്ങി പിടിച്ച് പോകുന്നു. അവൻ്റെ ആവനാഴിയാണെങ്കിൽ അവൻ വലിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അത്രയ്ക്ക് നീളം കുറവാണ് അവന്. അപ്പോൾ അവനോട് ആൾക്കാർ എവിടെ പോവാണ് എന്ന് ചോദിക്കുമ്പോഴൊക്കെ അവൻ പറയും, ഞാൻ രാജകൊട്ടാരത്തിലേക്ക് പോവാണ്, സൈന്യത്തിൽ ചേരാൻ പോവാണെന്നൊക്കെ. അപ്പോൾ പലരും പറഞ്ഞു, നിന്നെ ഈ അമ്പിൻ്റെ കൂടെ ഇത് വിടാനല്ലേ ഉള്ളൂ, ഇത്രയല്ലേ ഉള്ളൂ, നീ എന്തിനാ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്നത്, നാട്ടിലെങ്ങാനും വല്ല ജോലിയും ചെയ്ത് നിന്നൂടെയെന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ ഇത്തിരി കുഞ്ഞിന് വലിയ സങ്കടമായി. തനിക്ക് നീളം കുറവാണ്, തനിക്ക് വലിയ ആരോഗ്യമൊന്നും ഇല്ലെന്ന് അവനറിയാം. പക്ഷേ തൻ്റെ കഴിവിൽ അവന് വിശ്വാസവുമുണ്ട്. ഇതാരെ പറഞ്ഞ് മനസ്സിലാക്കും? നാട്ടുകാരൊക്കെ ഇങ്ങനെ കളിയാക്കുന്ന നിലയ്ക്ക് രാജാവിൻ്റെ അടുത്ത് ചെന്നാൽ ഇതൊക്കെ തന്നെയാവും സ്ഥിതി. രാജാവും തന്നെ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. തൻ്റെ കഴിവൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോലും രാജാവ് തുനിയാൻ പോകുന്നില്ല. വെറുതെ അദ്ദേഹത്തിൻ്റെ സമയം എന്തിനു മെനക്കെടുത്തണം? ഇത്തിരി കുഞ്ഞിനാകെ വിഷമമായി. അങ്ങനെ വളരെ വിഷമിച്ച് ഇയാൾ തൻ്റെ ആവനാഴിയും താങ്ങിപ്പിടിച്ച വില്ലുമൊക്കെ എടുത്തിങ്ങനെ പോവാണ്. അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോഴേ കുറേ കുശവന്മാർ താമസിക്കുന്ന ഒരു സ്ഥലത്തിനടുത്തൂടെ പോയി. അപ്പോൾ കുറേ കുടിലുകളുണ്ട്. അവിടെ കുറേ കുശവന്മാരിരുന്ന് കല ഉണ്ടാക്കുകയാണ്. മണ്ണും കൊണ്ട് കല ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് കുശവന്മാരെന്ന് വിളിക്കുന്നത്. ഈ കൂട്ടത്തിൽ വളരെ വലിയൊരു മനുഷ്യനിരിക്കുന്നത് ഇത്തിരി കുഞ്ഞൻ കണ്ടു. സാധാരണ മനുഷ്യരെക്കാളും ഇരട്ടി വലിപ്പമുള്ള ഒരു മനുഷ്യൻ. അയാൾ കുനിഞ്ഞിരുന്ന് വലിയ വലിയ കലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തിരി കുഞ്ഞിന് അയാളുടെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെ കലമൊക്കെ ഉണ്ടാക്കിയിരുന്നാൽ മതി, എൻ്റെ കൂടെ വരാമോ, നമുക്ക് സൈന്യത്തിൽ ചേരാൻ പോകാം. ഇത്തിരി കുഞ്ഞിൻ്റെ വിചാരം ഇയാളെ കൊണ്ട് സൈന്യത്തിൽ ചേരാൻ ചെന്നാൽ ഇയാളുടെ വലിപ്പം കണ്ടുകൊണ്ട് രാജാവ് ഇയാളെ സൈന്യത്തിലെടുക്കും, ആ കൂട്ടത്തിൽ തനിക്കും കയറി പറ്റാമെന്നാണ്. അപ്പോൾ ഈ വലിയ മനുഷ്യൻ പറഞ്ഞു, ഞാനിവിടെ കാണാൻ കൂനിക്കൂടി ഇരുന്നോട്ടെ, എനിക്ക് സൈന്യത്തിലൊന്നും ചേരണ്ട. അപ്പോൾ ഇത്തിരി കുഞ്ഞൻ പറഞ്ഞു, സൈന്യത്തിൽ ചേർന്ന് നല്ല ശമ്പളം കിട്ടും, മാത്രമല്ല നിങ്ങൾക്ക് നല്ല വലിപ്പമാണ്, നിങ്ങൾക്ക് യുദ്ധം ചെയ്യാനൊക്കെ പറ്റും, എൻ്റെ കൂടെ വാ, നമുക്ക് രണ്ടുപേർ കൂടെ പോയി സൈന്യത്തിൽ ചേരാം. അങ്ങനെ കുറേ നേരം ഇത്തിരി കുഞ്ഞൻ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഈ വലിയ മനുഷ്യനെയും കൊണ്ട് സൈന്യത്തിൽ ചേരാൻ പോയി. ഈ വലിയ മനുഷ്യന് ഒരു ഭീമാകാരനായ മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അയാൾ കല ഉണ്ടാക്കായിരുന്നു ജോലി, അയാൾക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ ഇയാളെ നാട്ടുകാരെല്ലാം വിളിച്ചിരുന്നത് മണ്ടൻ ഭീമൻ എന്നായിരുന്നു. അങ്ങനെ മണ്ടൻ ഭീമനും ഇത്തിരി കുഞ്ഞനും കൂടെ സൈന്യത്തിൽ ചേരാൻ വേണ്ടി രാജകൊട്ടാരത്തിലെത്തി. രാജാവിനെ ചെന്ന് മുഖം കാണിച്ചു. അപ്പോൾ ഈ ഭീമനെ കണ്ടപ്പോഴേ രാജാവ് ചോദിച്ചു, എന്തിനാണ് വന്നത്? അപ്പോൾ ഭീമൻ പറഞ്ഞു, എൻ്റെ പേര് ഭീമസേനൻ എന്നാണ്, ഞാൻ സൈന്യത്തിൽ ചേരാൻ വന്നതാണ്. അപ്പോൾ ഈ കൂടെ നിൽക്കുന്ന കുഞ്ഞു മനുഷ്യനെ കണ്ടപ്പോൾ രാജാവ് ചോദിച്ചു, ഈ സൈന്യത്തിൽ ചേരാൻ വന്ന ആളെന്തിനാണ് ഇങ്ങനെ ഒരു ഇത്തിരി മനുഷ്യനെയും കൊണ്ട് വന്നേക്കുന്നത്? അപ്പോൾ ഈ ഭീമസേനൻ പറഞ്ഞു, ഈ കൂടെ വന്നിരിക്കുന്നത് എൻ്റെ സഹായിയാണ്, എൻ്റെ പിന്നാലെ നടന്ന് എനിക്ക് അമ്പും കുന്തവും ഒക്കെ എടുത്തു തരുന്ന ഇവനാണ്, ഇവനും കൂടെ സൈന്യത്തിൽ ചേരാൻ വന്നതാണ്. അപ്പോൾ ഇവൻ്റെ വലിപ്പം കണ്ടപ്പോഴേ രാജാവ് വിചാരിച്ചു ഇവൻ നല്ല ശക്തിയായിരിക്കും, സൈന്യത്തിൽ ചേർന്ന നല്ല ഗുണമായിരിക്കും. അങ്ങനെ ഇവനെ സൈന്യത്തിലെടുത്തു. ഭീമസേനനെ കൂടത്തിൽ ഇത്തിരി കുഞ്ഞിനെയും കൂടെ ചേർത്തു. അവർക്ക് രണ്ടുപേർക്കും കൂടെ താമസിക്കാൻ ഒരു വീടൊക്കെ കൊടുത്തു. അങ്ങനെ സൈനികർ താമസിക്കുന്ന തെരുവിൽ ഒരു വീട്ടിൽ ഈ ഭീമസേനനും സഹായിയായ ഇത്തിരി കുഞ്ഞിനും കൂടെ താമസമായി. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. ഒരു ദിവസം രാജകൊട്ടാരത്തിൽ നിന്നൊരു ഭടൻ ഓടിക്കിറച്ച് വന്നിട്ട് പറഞ്ഞു, ഓടിവാ, ഒരു വലിയ കടുവ ഇറങ്ങിയിരിക്കുന്നു നമ്മുടെ അതിർത്തിയിലെ ഗ്രാമത്തിൽ. രാജാവ് പറഞ്ഞു, നിന്നെ വിളിച്ചോണ്ടി ചെല്ലാൻ, നീ ആകുമ്പോൾ ഒറ്റയ്ക്ക് മതിയല്ലോ, ഒരുപാട് ആൾക്കാരെ ഒന്നും വേണ്ടല്ലോ. ഭീമസേനോട് കൊട്ടാരത്തിൽ ചെന്നപ്പോൾ രാജാവ് കാത്തിരിക്കുകയാണ്. രാജാവ് പറഞ്ഞു, വേഗം അതിർത്തിയിലേക്ക് പോകണം, കടുവ ഇറങ്ങിയിട്ടുണ്ട്, കടുവ ജനങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയും വളർത്തു മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു സഹായം അവിടെ ആവശ്യമുണ്ട്, ഞാൻ നിന്നെ അയക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, നീ ഇതുവരെ നിൻ്റെ ധീരതയൊന്നും പ്രദർശിപ്പിച്ചില്ലല്ലോ, അതുകൊണ്ട് നീ വേഗം ചെല്ല്. ഭീമസേനൻ ഓടി തൻ്റെ വീട്ടിലേക്കെത്തി. എന്നിട്ട് ഇത്തിരി കുഞ്ഞിനോട് പറഞ്ഞു, ആകെ കുഴപ്പമായി, എനിക്ക് ഈ കടുവയെ പിടിക്കാനൊന്നും അറിഞ്ഞുകൂടാ, എനിക്ക് അമ്പ ചെയ്യാനും കുന്തെറിയാനും ഒന്നും അറിഞ്ഞുകൂടാ, നീ എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട് നേരെ തന്നെ, പക്ഷേ എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ,
എനിക്ക് കടുവയെ പിടിക്കാൻ വയ്യ, നീ വേഗം വാ എൻ്റെ കൂടെ. അപ്പോൾ ഇത്തിരി കുഞ്ഞൻ പറഞ്ഞു, കടുവയെ പിടിക്കാനൊന്നും എൻ്റെ ആവശ്യമൊന്നും ഇല്ല, ഞാൻ വരുന്നില്ല, നീ അങ്ങ് പോയാൽ മതി. അപ്പോൾ ഈ ഭീമസേനൻ ചോദിച്ചു, കൊള്ളാം, നീ എൻ്റെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ വിളിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഇത്തിരി കുഞ്ഞൻ പറഞ്ഞു, ഇതിനുള്ള വിദ്യ ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ അങ്ങ് ചെയ്താൽ മതി, നിനക്ക് കടുവയെ പിടിക്കാൻ പറ്റും. അങ്ങനെ ഇത്തിരി കുഞ്ഞൻ ഈ ഭീമസേനന് ഒരു വിദ്യ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഭീമസേനൻ നേരെ അതിർത്തിയിലെ ഗ്രാമത്തിലേക്ക് ചെന്നു. എന്നിട്ട് നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് ധൈര്യമുള്ള ആരോഗ്യമുള്ള ആൾക്കാരെ വേണം, അവരെ ചുറ്റുപാട് നിന്ന് ചെണ്ടയൊക്കെ കൊട്ടി ഈ കടുവയെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുതരണം, എന്നാലേ എനിക്ക് കടുവ അമ്പ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ ആൾക്കാർ വന്നു, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട്. സൈന്യത്തിൽ നിന്ന് വന്ന ആളല്ലേ, ഇയാൾ വലിയ ഭീമാകാരനുമാണ്, ഇയാൾ പിടിച്ചോളും, പിന്നെ തങ്ങൾ കൂടെ നിന്നാൽ മതി, ഇയാളെ കണ്ടാലേ അറിയാൻ നല്ല ധൈര്യമുള്ള ആളാണെന്ന്, പേടിക്കേണ്ട. അങ്ങനെ ഈ ഗ്രാമത്തിലെ നല്ല ആരോഗ്യവാന്മാരായ ചൂറുചോറൊക്കെ ഉള്ള കുറേ ആൾക്കാർ കമ്പും വടിയൊക്കെ എടുത്തുകൊണ്ട് ഈ ഭീമസേനൻ്റെ കൂടെ കാട്ടിപ്പോയി. ഭീമസേനൻ അവരുടെ കൂടെ പോയി. അങ്ങനെ കടുവയുണ്ടെന്ന് അവർ വിചാരിക്കുന്ന സ്ഥലത്തെത്തി. ഭീമസേനയുടെ ഒരു വശത്ത് മാറി നിന്നു. ബാക്കിയുള്ളവരെല്ലാം ചുറ്റും കൂടി നിന്ന് കമ്പിലൊക്കെ അടിച്ചടിച്ച് ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു പൊന്തക്കാടിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന കടുവ മുന്നോട്ട് ചാടി വന്നു. അപ്പോൾ ഇന്ന് കൂടുണ്ടായിരുന്ന നാട്ടുകാരെല്ലാം കൂടെ വലിയ കമ്പും മടിയും കൊണ്ടുവന്ന് ആ കടുവയെ അടിച്ച് കൊന്നു. ഭീമസേനൻ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, നാട്ടുകാരെല്ലാം കൂടെ പണി ചെയ്തു. എന്നിട്ട് ഈ കടുവ ചത്തു കഴിഞ്ഞപ്പോഴേക്ക് ഭീമസേനൻ അതിന് നടുക്കോട്ട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ആരാ കടുവയെ കൊന്നത്? രാജാവ് എന്നോട് പറഞ്ഞത് കടുവയെ കൊല്ലാതെ കൊണ്ടുവരണമെന്ന്. അതുകൊണ്ട് ഞാൻ കടുവയെ കെട്ടാൻ വേണ്ടിയിട്ട് കയറെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പണി ചെയ്യാൻ നിങ്ങളോട് ആര് പറഞ്ഞു? വേഗം ആളുടെ പേര് പറ, ഇവനെ കൊന്ന ആളുടെ പേര് പറ. അപ്പം നാട്ടുകാരെല്ലാം പേടിച്ചു പോയി. അവർ പറഞ്ഞു, അയ്യോ, ഞങ്ങൾ കടുവയെ കൊല്ലാതെ കൊണ്ടുവരണം എന്ന് അറിഞ്ഞുകൂടായിരുന്നല്ലോ, അതുകൊണ്ടാണ് കൊന്നുപോയത്. ഞങ്ങളെ കൊന്നതെന്ന് രാജാവിനോട് പറയില്ലേ, ഞങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, അതെങ്ങനെ പറ്റും? ഞാൻ ഈ കടുവയെ കൊല്ലാതെ ജീവനോടെ പിടിച്ചുകൊണ്ട് എല്ലാന്ന് വാക്ക് കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നത്, ഞാൻ എന്ത് പറയും രാജാവിനോട്? ആൾക്കാരെല്ലാം പൂക്കുല പോലെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ആ കൊന്നതെന്ന് ഒരാൾ പോലും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ഇത്തവണത്തേക്ക് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് രാജാവിനോട് പിടിച്ച് നിന്നോളാം കേട്ടോ, നിങ്ങൾ ആരും മിണ്ടണ്ട. അങ്ങനെ ഭീമസേനൻ ഈ കടുവയും കെട്ടിയെടുത്തുകൊണ്ട് നേരെ രാജകൊട്ടാരത്തിലേക്ക് പോയിട്ട് താനാ കൊന്നതെന്ന് പറഞ്ഞു. രാജാവിന് സന്തോഷമായി. അങ്ങനെ കടുവയെ കൊന്നല്ലോ, കുറേ സമ്മാനങ്ങളൊക്കെ കിട്ടി. ഭീമസേനൻ ആ സമ്മാനവുമായിട്ട് വീട്ടിൽ തിരിച്ചു വന്നു. ഇത്തിരി കുഞ്ഞിനോട് പറഞ്ഞു, കൊള്ളാം, വേണ്ട കണ്ടോ, എനിക്ക് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടി, നിൻ്റെ ബുദ്ധി കൊള്ളായിരുന്നു കേട്ടോ, എനിക്ക് ഒരു പണിയും ചെയ്യേണ്ടി വന്നില്ല, ആൾക്കാരെല്ലാം കൂടെ കൊല്ലുകയും ചെയ്തു, എൻ്റെ പേരിലത് ചാർത്തി കിട്ടുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞില്ല, ദാ വീണ്ടും കൊട്ടാരത്തിൽ നിന്ന് ആൾ വരുന്നു. രാജ്യത്ത് ഒരു വലിയ വെട്ടുപോത്ത് ഇറങ്ങിയിരിക്കുന്നു. പോത്ത് വെകിളി പിടിച്ച് നാട്ടിലൊക്കെ ഓടി നടക്കുകയാണ്. അതിനെ പിടിച്ച് കെട്ടണം, എന്ത് ചെയ്യും? ഭീമസേനൻ ഇത്തിരി കുഞ്ഞിൻ്റെ നേരെ നോക്കി. ഇത്തിരി കുഞ്ഞൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തെ വിദ്യ എന്നെ പ്രയോഗിച്ചാൽ മതി, പേടിക്കൊന്നും വേണ്ട. അങ്ങനെ ഭീമസേനൻ വീണ്ടും പോയി കഴിഞ്ഞ ദിവസത്തെ അതേ വിദ്യ പ്രയോഗിച്ചു. നാട്ടുകാരെല്ലാം കൂടെ തന്നെ ഈ പോത്തിനെ പിടിച്ച് കെട്ടി തല്ലിക്കൊന്നു. അതിൻ്റെ ശവം കെട്ടി വലിച്ചുകൊണ്ട് ഭീമസേനൻ നേരെ രാജകൊട്ടാരത്തിലേക്ക് വന്നു. 2 വശത്ത് നിന്ന് ആൾക്കാർ, അയ്യോ വലിയ വീരനാന്നൊക്കെ പറഞ്ഞിട്ട് പൂക്കൾ വർഷിക്കുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു, ഹസ്തദാനം ചെയ്യുന്നു. അതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഇത്തിരി കുഞ്ഞിന് ഓടിച്ചെന്നു. ഞാൻ പറഞ്ഞ വിദ്യ തന്നെയാണോ പ്രയോഗിച്ചതെന്ന് ചോദിച്ചു. പക്ഷേ ഈ ഭീമസേനൻ ഇത്തിരി കുഞ്ഞിനെ നോക്കിയതേ ഇല്ല. ഇത്തിരി കുഞ്ഞൻ വിചാരിച്ച്, എന്നെ കണ്ടില്ലേ, ഞാൻ ഇത്ര ചെറുതായതുകൊണ്ട് ചിലപ്പോൾ എന്നെ കാണാഞ്ഞതായിരിക്കും. നോക്കപ്പോൾ ഭീമസേനൻ അങ്ങ് നടന്നു പോവാം. അങ്ങനെ ഭീമസേനൻ കൊട്ടാരത്തിൽ ചെന്നു. രാജാവ് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു. രാജാവ് കൊടുത്ത സമ്മാനങ്ങളെല്ലാം കൊണ്ട് ഭീമസേനൻ നേരെ വീട്ടിൽ വന്നു. ഇത്തിരി കുഞ്ഞിനെ നോക്കുന്നതേ ഇല്ല. അപ്പോൾ ഇത്തിരി കുഞ്ഞൻ ചോദിച്ചു, എന്താ നീ എന്നെ നോക്കാത്തത്, നീ എന്നെ കാണുന്നില്ലേ? അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല, ഇനി നീ എൻ്റെ കൂടെ നിൽക്കേണ്ട, നീ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോ, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി, എങ്ങനെ കടുവയെ പിടിക്കണം, എങ്ങനെ പോത്തിനെ പിടിക്കണം എന്നൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ ഇനി എൻ്റെ കാര്യം നോക്കിക്കോളാം, നീ എനിക്ക് സഹായമൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇത്തിരി കുഞ്ഞൻ വിചാരിച്ച്, ഇവ കൊള്ളാമല്ലോ, ഇവനാകപ്പാടെ അഹങ്കാരിയായി പോയല്ലോ, ഇനി എന്ത് ചെയ്യും? അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഇത്തിരി കുഞ്ഞിനെ ഭീമസേനൻ നോക്കുന്നത് പോലും ഇല്ല. അവൻ്റെ വഴി, ഇവൻ്റെ വഴി. അപ്പോൾ അടുത്ത ദിവസം രാജാവ് ദൂതനെ വിട്ടിരിക്കുന്നു, വേഗം കൊട്ടാരത്തിൽ ഹാജരാകണം. ഭീമസേനൻ ചെന്നപ്പോൾ രാജാവ് പറഞ്ഞു, നമ്മുടെ അയൽ രാജ്യത്തെ സൈന്യം നമ്മളെ ആക്രമിക്കുന്നു, അവർ നമ്മുടെ അതിർത്തി വന്ന് തമ്പടിച്ചിരിക്കുകയാണ്, ഉടൻ തന്നെ സൈന്യവുമായിട്ട് അങ്ങോട്ട് പോകണം, യുദ്ധം തുടങ്ങണം. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ പോകാമല്ലോ. അങ്ങനെ ഭീമസേനൻ നോക്കുമ്പോൾ ഒരു ആന റെഡിയായി നിൽപ്പുണ്ട്, ആനപ്പുറത്ത് വേണം പോകാൻ. ഭീമസേനനാണെങ്കിൽ ആനപ്പുറത്ത് കയറാൻ വലിയ പേടിയാണ്, പക്ഷേ പേടിയാണെന്ന് കാണിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവൻ ആനപ്പുറത്ത് കയറി ഒരു കുന്തമൊക്കെ പിടിച്ചിരുന്നു. ഇത്തിരി കുഞ്ഞിനെ ഓടിച്ചെന്നു തൻ്റെ അമ്പും വില്ലും ഒക്കെ കൊണ്ട്. എന്നിട്ട് ഭീമസേനനോട് ചോദിച്ചു, എന്തായാലും നീ ആനപ്പുറത്തിരിക്കുമല്ലോ, നിൻ്റെ പുറകെ ഞാനിരുന്ന് ആരും കാണാൻ പോകുന്നില്ല, എനിക്കാണ് ആനപ്പുറത്ത് കയറാൻ വലിയ കൊതിയാണ്, നിന്നെ ഇവിടം വരെ കൊണ്ടുവന്ന ആളെന്നുള്ള നിലയിൽ എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാമോ?
അപ്പോൾ ഭീമസേനൻ പറഞ്ഞ് ശരി കയറിയിരുന്നു, എൻ്റെ പുറയിലിരുന്നു. അങ്ങനെ ഇത്തിരി കുഞ്ഞൻ ഭീമസേനൻ്റെ പിന്നിൽ കയറിയിരുന്നു. അങ്ങനെ അവരെ അതിർത്തിയിലേക്ക് യാത്ര ചെയ്തു. അതിർത്തി ചെന്നപ്പോൾ ഇങ്ങനെ വലിയ സൈന്യം അവരെ കാത്തു നിൽപ്പുണ്ട്. വലിയ ചെണ്ടയൊക്കെ കൊട്ടി അവരിങ്ങനെ നോക്കി നിൽക്കുക. ഈ രാജ്യത്തെ സൈന്യം അങ്ങോട്ട് ചെന്നു. സൈന്യം കണ്ടപ്പോഴേ നമ്മുടെ ഭീമസേനന് പേടി വന്നു. ഭീമസേനൻ ആകെപ്പാടെ വിറച്ചിരിക്കുക. പക്ഷേ അയാൾ പേടിയൊന്നും പുറത്ത് കാണിച്ചില്ല. പഴയ വിദ്യയൊന്നും ഇവിടെ നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയധികം ആൾക്കാരല്ലേ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, ഇവരുടെ അടുക്കൽ ഒരു വിദ്യ നടക്കാൻ പോകുന്നില്ല. പിന്നെ വിറച്ചാൽ തന്നെ ആന പുറത്തുനിന്ന് താഴെ വീഴുമെന്നും അവനറിയാം. അവനങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ ഇത്തിരി കുഞ്ഞൻ ചോദിച്ചു, എന്താ നിൻ്റെ വിദ്യ ഒന്നും പുറത്തെടുക്കുന്നില്ലേ? അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, അയ്യോ എനിക്ക് മനസ്സിലായി, എൻ്റെ വിദ്യ ഒന്നും ഇവിടെ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ എന്ത് ചെയ്യണം നീ പറഞ്ഞതാ. ഇത്തിരി കുഞ്ഞൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ എൻ്റെ പുറയിലോട്ടിരി, ഞാൻ മുന്നിലിരിക്കാം. അങ്ങനെ ഇത്തിരി കുഞ്ഞൻ മുന്നിലുമായി, ഭീമസേനൻ പിന്നിലുമായി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സൈനികരെല്ലാം ഇത് കണ്ടു. ഇതുവരെ മുന്നിലിരുന്നിരുന്ന ഭീമസേനൻ എന്താ പിന്നിലായി, പിന്നിൽ പതുങ്ങിയിരുന്ന ഇത്തിരി കുഞ്ഞെന്താ മുന്നിലുമായി. അവരാകെപ്പാടെ പേടിച്ചു പോയി. ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് കളി. വേറെ ആർക്കും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. നമ്മുടെ ഇത്തിരി കുഞ്ഞൻ്റെ വില്ലിൽ നിന്ന് അമ്പുകൾ ഇങ്ങനെ തുരുതുരാ പൊഴിയാൻ തുടങ്ങി. ഒരമ്പ് പോലും ഉന്നം തെറ്റിയില്ല. അവൻ അയൽ രാജ്യത്തെ സൈന്യത്തിനെ ഭയങ്കരമായിട്ട് ആക്രമിച്ചു. ആദ്യം തന്നെ അപ്പുറത്തെ സേനാനായകൻ്റെ ആനയുടെ മസ്തകത്തിൽ തന്നെ ഒരു അമ്പ് ചെന്നുകൊണ്ടു. അപ്പോൾ ആന ഉറക്കെ അലറി, അത് താഴെ വീണു. അതിൻ്റെ അലർച്ച കേട്ടപ്പോഴത്തേക്ക് കുതിരകളും ആനകളും എല്ലാം വരണ്ടു. അവയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇത്തിരി കുഞ്ഞിൻ്റെ അമ്പുകൾ അവിടുത്തെ ആൾക്കാരുടെയൊക്കെ ദേഹത്ത് ചെന്ന് കൃത്യമായിട്ട് തറയ്ക്കാനും തുടങ്ങി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഒറ്റ നിമിഷം കൊണ്ട് ശത്രു സൈന്യം പേടിച്ചോടി. ഈ സൈന്യം യുദ്ധം ജയിച്ചു. വേറെ ആർക്കും ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഉടൻ തന്നെ സന്ദേശം രാജാവിനെത്തി. രാജാവ് കൃത്യമായിട്ട് മനസ്സിലാക്കി ആരാണ് യുദ്ധം ജയിച്ചതെന്ന്. രാജാവ് ഭീമസേനെ വിളിച്ച് പറഞ്ഞു, നീ കൊണ്ടുവന്ന സഹായി ആൾ മോശമില്ലല്ലോ. ഒരു കടുവയെ ഒരു പോത്തിനെ പിടിക്കുന്ന പോലെ ഒന്നുമല്ല, ഒരു വലിയ സൈന്യത്തിനെ അവൻ ഇല്ലാതാക്കിയില്ലേ. അപ്പോൾ അവനും മിടുക്കൻ തന്നെയാണ്. നിൻ്റെ സഹായിയായിട്ട് ഇനി അവനെ നിർത്തണ്ട, അവനെ നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു അംഗമായിട്ട് തന്നെ നിർത്തിയാൽ മതി. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, അങ്ങന്നേ എനിക്കിനി സൈന്യത്തിൽ നിൽക്കേണ്ട, എനിക്ക് എൻ്റെ വീട്ടിൽ പോയി കലം ഉണ്ടാക്കി ജീവിക്കുന്ന സന്തോഷം, ഞാൻ അങ്ങ് തിരിച്ചു പൊക്കോളാം. ഇവനാണ് സൈന്യത്തിൽ ചേരണമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് വന്നത്. ഇപ്പോൾ അവൻ്റെ ലക്ഷ്യം നടന്നല്ലോ, അതുകൊണ്ട് അവനെ ഇനി സൈന്യത്തിലെടുത്താൽ മതി. കടുവയെ പിടിക്കണമെങ്കിലും പോത്തിനെ പിടിക്കണമെങ്കിലും യുദ്ധം ജയിക്കണമെങ്കിലും ഒക്കെ അവൻ മിടുക്കന. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഇത്ര നല്ലൊരു വില്ലാളിയെ നീ കൊണ്ട് തന്നില്ലേ, നിനക്ക് വളരെ നന്ദിയുണ്ട്, നിനക്ക് ഞങ്ങൾ ഒത്തിരി സമ്മാനം തന്നേ വിടത്തുള്ളൂ. അങ്ങനെ ഭീമസേനനെ രാജാവ് തിരിച്ചു വിട്ടു. ഇത്തിരി കുഞ്ഞിനെ സൈന്യത്തിലെടുക്കുകയും ചെയ്തു. പടിപടിയായിട്ട് ഉയർന്ന് അവൻ്റെ ആ രാജ്യത്തിൻ്റെ സേനാനായകൻ വരെ ആയിത്തീർന്നു. ഇതാണ് ഇത്തിരി കുഞ്ഞൻ്റെയും ഭീമസേനൻ്റെയും കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.